Hi friends, welcome to Shami's Kitchen. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു ഉഷാറ് ചായയാണ്. നമ്മളിൽ മിക്കവാറും എല്ലാവരും ചായ ഒരു ദിവസം ഒരു തവണയെങ്കിലും കുടിക്കുന്നവരാണ്. അപ്പോൾ അത് നല്ലൊരു സ്ട്രോങ് ടീ ആയാലോ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിന്ന് 4 ഗ്ലാസ് ചായയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എപ്പോഴും ചായ തയ്യാറാക്കുമ്പോഴത്തേക്കും പാലിനേക്കാളും ഒരു 1/2 ഗ്ലാസ് വെള്ളം കുറച്ചിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട്. അപ്പോഴത്തേക്കും ആ ചായയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കവർ പാലാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കവർ പാലാണ്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ കൊണ്ടുവരില്ലേ, അതുപോലെ നല്ല ഫ്രഷ് പാലാണെന്നുണ്ടെങ്കിൽ സെയിം അളവിൽ തന്നെ വെച്ചാൽ മതി. 2 ഗ്ലാസ് വെള്ളവും 2 ഗ്ലാസ് പാലുമായിട്ട് വെക്കാം. വെള്ളം നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇത് ഇച്ചിരി വലിയ ഏലക്കയാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഒരു ഏലക്ക ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ 4 ഗ്ലാസ് ചായക്ക് ഈ ഒരു അളവിൽ ഒരു ഏലക്ക കൂടി ചതച്ചിട്ടിട്ട് കൊടുക്കാം. കൂടെ തന്നെ ഈ ഒരു അളവിൽ ഒരു പീസ് ഇഞ്ചി. അപ്പോൾ ഇഞ്ചി വലുതാകണ്ട, വലുതായി പോയാൽ ചെറുതായിട്ട് എരിവുണ്ടാകും ചായക്ക്. അതിൻ്റെ പേരിൽ ഈ ഒരു സൈസിലുള്ള ഇഞ്ചി മാത്രം മതിയാവും. ഇത് നമുക്ക് നല്ലതുപോലെ ചതച്ചിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 30 സെക്കൻഡ് ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് വരണം. ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2.5 ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളത്തിന് 2.5 ഗ്ലാസ് പാലാണ് ചേർക്കുന്നത്. ചായ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഉറപ്പായിട്ട് നല്ലതുപോലെ ഇഷ്ടമാവുന്ന ഒരു ചായയാണിത്. ഇനി നമുക്കിതിലേക്ക് തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ചേർക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള തേയിലപ്പൊടി ചേർത്താൽ മതിയാവും. നമ്മൾ ഏതിലാണോ ചായ ഇടുന്നത് അത് തന്നെ മതിയാവും. ഞാൻ എല്ലാ ദിവസവും ചായ ഇടുന്നത് ഇതുപോലെയാണ്. പ്രത്യേകിച്ച് പെട്ടെന്ന് വീട്ടിൽ ആരെങ്കിലും പുതിയതായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും അവർക്കും ഇതുപോലെയാണ് ചായ ഇട്ട് കൊടുക്കുന്നത്. ആ ചായ കുടിച്ച ഉടനെ തന്നെ നല്ല ചായ എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ ഞാനത് പറയാതെ നിങ്ങൾക്കും അറിയാമെന്നുള്ള കാര്യമാണ്. പാലൊന്ന് തിളച്ചിട്ട് വരുമ്പോഴത്തേക്കും ഇനി നമുക്കിത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അത്രയും സമയം കൊണ്ടിട്ട് നല്ലതുപോലെ കടുപ്പ് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചുകൂടി കടുപ്പം വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 സെക്കൻഡ് കൂടി നമ്മളൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇനി നമുക്കിത് അരിച്ചെടുക്കണം. ഞാൻ ചായ അരിച്ചതിന് ശേഷമാണ് പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ പഞ്ചസാര ചേർക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര മതിയാവും. അതല്ലാതെ തേയിലപ്പൊടിയുടെ കൂടെ തന്നെ നമ്മൾ പഞ്ചസാര ഇടുമ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടുതൽ ഇടേണ്ടി വരും. കാരണം ഈ തേയില വലിച്ചെടുക്കും പഞ്ചസാര ഫുള്ളും. അതുകൊണ്ടിട്ടാണ് ഞാൻ അരിച്ചതിന് ശേഷം പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചൂട് ചായ ഇതിലേക്ക് അരിച്ചൊഴിക്കാം. ചായ അരിച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇത് നല്ലതുപോലെ ആറ്റി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചായയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് ആറ്റി എടുക്കുന്നതിലാണ്. അപ്പോൾ ഒരു 2-3 തവണ ഒന്ന് ആറ്റിയതിന് ശേഷം വേണം നമ്മൾ ചായ സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഉഷാറ് ചായ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ചായ ഇതുവരെയും തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.